വെൽക്കം ടു ആനീസ് കിച്ചൺ. ഇപ്പം 2 എപ്പിസോഡായിട്ട് ഞാൻ പിന്നെയും ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങുക അല്ലേ. മാതൃഭാഷയാണ് നമുക്കൊക്കെ ഏറ്റവും നല്ല വർത്തമാനം പറയാനും നമ്മൾ തമ്മിലുള്ള അടുപ്പം അത് അങ്ങനെ ആ വർത്തമാനം പറയാൻ നല്ലതെന്നൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ എന്താണ്ട് ഇംഗ്ലീഷ് അങ്ങ് തുടങ്ങുക അല്ലേ. പക്ഷേ എന്നാണെന്നറിയോ, ഇച്ചിരി ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അന്നേരം ഒരു ഇച്ചിരി ഇംഗ്ലീഷൊക്കെ സൈഡിൽ ഇരുന്നോട്ടെ അല്ലേ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ഡേയുടെ അന്ന് നമ്മൾ ശരിക്കും നമ്മുടെ ഡൈനിങ് ടേബിളിൽ നല്ല അസലായിട്ട് ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ തന്നെ വെക്കണം. അതിന് ഞാൻ 1-2 എണ്ണമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. എന്നാന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വെച്ച് തീയൽ ക്രിസ്മസിന് ഒക്കുകയല്ല, അതിന് മുന്നേ വെച്ച് എന്നാ പറയുന്നത് കുറുമ നല്ല സാധനമാട്ടോ. അതും ബ്രെഡും ഒക്കെ വെച്ച് ഇങ്ങനെ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി, അപ്പോൾ കട്ട്ലേറ്റ് വെക്കാം, കുറുമ വെക്കാം, പിന്നെ ബ്രെഡ് നല്ല എന്നാ പറയുക സ്ലൈസ് ചെയ്ത് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീറ്റായിട്ട് വെക്കണം. അങ്ങനെയൊക്കെ ഓരോ ഡിഷസ് ആയിട്ട് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്നിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്നാണെന്നറിയോ, നല്ല താറാവ് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. താറാവ് റോസ്റ്റ് ബേസിക്കലി നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ഗ്രേവി ഒക്കെ പറയാൻ. പിന്നെ ഈ താറാവ് നമ്മൾ കറി വെക്കുമ്പോഴത്തേനും അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ചാൽ താറാവ് ചിക്കനെ കൂട്ടല്ല, താറാവ് വാങ്ങിച്ചേച്ച് അതിൻ്റെ തൊലിയും അതിൻ്റെ എന്നാ പറയുന്നത് ഫെദേഴ്സും എല്ലാം ഒന്ന് കളഞ്ഞേച്ചും എത്രയും വേഗം അതിനെ കമ്പാരിറ്റീവ്ലി ചിക്കൻ നോക്കുവാന്നേൽ എത്രയും വേഗം കറി വെക്കണം എന്നാ പറയുന്നത്. ബേസിക്കലി ഇത് ചേറി കിടക്കുന്ന ഒരു ബേർഡ് ആയതുകൊണ്ടും ഒക്കെ ആ അമ്മച്ചിമാർ പറഞ്ഞു തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസിക്കുവാണെങ്കിൽ തന്നെയും അതിനെ ഇച്ചിരി മഞ്ഞപ്പൊടിയിൽ ഇട്ട് തിളച്ച വെള്ളത്തിലോട്ടൊന്ന് ഇട്ടേച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചേച്ചാലും മതി. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് താറാവ് റോസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാണ്. ഞാനൊരു ചെറിയ താറാവിനെയാണ് എടുത്തേക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് എന്നിട്ട് എന്നാ ചെയ്തെന്നറിയാമോ, ഇതിൻ്റെ വേവ് ഇച്ചിരി കൂടുതലാകുന്നതുകൊണ്ട് ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞേക്കുന്നത്, കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞ്. ഇപ്പോൾ കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞാലും വലുതാന്നേലും ഇതിന് ബേസിക്കലി കുറച്ച് വേവ് കൂടുതലാണ്. പിന്നെ ഇത് പച്ച ഇറച്ചി അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഇച്ചിരി തിളച്ച വെള്ളത്തിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് താറാവ് ഒന്ന് തിളപ്പിച്ചേച്ച് ഊറ്റി വെച്ചേക്കുക. അപ്പം അത്രയും നല്ല അമ്മച്ചിമാരൊക്കെ പറയും നമ്മൾ അനുസരിക്കണ്ടേ. പിന്നെ ഇത് കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞതാ. ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ പറയാൻ പോകുന്ന ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ്. ഇതിപ്പോൾ 2 വലിയ സവാള, അതായത് ഗ്രേവി എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ എടുത്തോണം. പിന്നെ കുറച്ച് പച്ചമുളകും ഇതേപോലെ ഞാൻ പറയുക നമുക്ക് എരിവ് അനുസരിച്ച് എടുത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ, ഇതും ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ആയാണ് ഞാൻ എടുത്തത്. ഇതിപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങാന്നേ. ഈ ഉരുളക്കിഴങ്ങ് എന്നാന്നറിയാവോ, ഞാനിപ്പോൾ ഫിംഗർ ചിപ്സ് പോലെയൊക്കെ മുറിച്ച് വെച്ചേക്കുക. ഇത് ശരിക്കും പച്ച ഉരുളക്കിഴങ്ങല്ല, പുഴുങ്ങി എടുത്തേച്ച് നമ്മൾ ഇത് ഫിംഗർ ചിപ്സ് പോലെ മുറിച്ച് വെച്ചേക്കുന്ന. ഇത് ഇച്ചിരി കറിവേപ്പിലയാണ്. അത് പിന്നെ നമുക്ക് എത്രയായാലും താറാവ് റോസ്റ്റിന് കറിവേപ്പില ഇല്ലെങ്കിൽ ഒക്കുകയില്ല. പിന്നെ ഇത്രയും കറിവേപ്പില നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോ. ഇത് ഇച്ചിരി വിനാഗിരിയാണ് വേണ്ടിയേ. വിനാഗിരി ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി, കാരണം ടൊമാറ്റോ ബേസിക്കലി പുളിയാണ്. അന്നേരം 1 ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് ഉപ്പ്. പിന്നെ ഉപ്പ് എന്നാന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇടുക. ഇറച്ചി വേവിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം, അതല്ല പിന്നെ ഗ്രേവിയിൽ ചേർക്കുവാണെങ്കിൽ അങ്ങനെ. കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇത് എന്നാന്ന് വെച്ചാൽ നെയ്യാണ്. ഈ ദിവസവും നമ്മൾ ഈ നെയ്യും ബട്ടറും വെളിച്ചെണ്ണയും ഡാൽഡയും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ബേസിക്കലി എന്താണെന്നറിയോ, എന്നെ അംഗീകരിച്ച് തന്നേ പറ്റത്തുള്ളൂ. സ്വാദ് പോയാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഒരു കാര്യമില്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ ഒരു കറക്റ്റ് റേഷ്യോയിൽ തന്നെ പോകുന്നത്. ഇതിപ്പോൾ കറക്റ്റ് റേഷ്യോ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 50-50, അതായത് എത്ര വെളിച്ചെണ്ണ എടുക്കുന്നോ അത്രയും തന്നെ നെയ്യും എടുക്കണം. അതെന്നാത്തിനാന്ന് വെച്ചാൽ നമ്മുടെ താറാവ് ഒന്ന് വറുത്ത് കോരാനാ. ഇത് പിന്നെ ഇച്ചിരി കടുക, അത് നമുക്ക് ലാസ്റ്റ് എന്നാ പറയുന്നത് ആ ഗ്രേവി ഉണ്ടാക്കാൻ നേരത്തേക്ക് വേണ്ടിയതാ. ഇത് ഒരു സെക്ഷൻ, അതായത് നമുക്ക് താറാവിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ് ഇത്രയും സാധനം ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് എന്നാന്ന് വെച്ചാൽ ആ താറാവിനകത്തോട്ട് അരച്ച് പെരട്ടാനായിട്ട് വേണ്ടിയതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കത്തുള്ളൂ. എരിവ് നോക്കണം. എന്നാൽ കാശ്മീരി മുളക് പൊടി ഇട്ടാനുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. നല്ല കളർ കിട്ടും, എരിവ് കാണുകയില്ല, ഗ്രേവിക്ക് തിക്നെസ്സും കൂടും.
ഇത് ഇച്ചിരി മല്ലിപ്പൊടിയാ, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് ഞാൻ ചതച്ചിട്ടില്ല, അരിഞ്ഞിട്ടുമില്ല, ചുളയായിട്ട് തന്നെ ഇട്ടേക്കുക. അതൊരു എന്നാ പറയുന്നത്, ഒരു കുടം വെളുത്തുള്ളി എന്നൊക്കെ പറയല്ലേ, അന്നേരം ആ കൂട്ടാം. പക്ഷെ എന്നാൽ ഇത് ഇച്ചിരി കൂടുതലുണ്ട്, അത്രയും വേണ്ട, ഒരു 6 8 അല്ലി മതിയാവും. ഇതെന്നാന്ന് വെച്ചാൽ കുറച്ച് സവാള തന്നെയാ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്, ഒരു വലിയ സവാള വെച്ചോ. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഇഞ്ചിയാ, ഇത് കുറച്ച് കുരുമുളക് പൊടിയാ, പിന്നെ കുറച്ച് തനി കുരുമുളക് വേണേ. അതെന്നാത്തിനെന്നറിയാവോ, ഗ്രേവിയിൽ ഒന്ന് ചുമ്മാ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കുരുമുളക് കടിക്കാനൊക്കെ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ജീരകം. പെരിഞ്ജീരകവും ജീരകവും എപ്പോഴും 50-50 റേഷ്യോയിലാണ് ഈ സ്പൈസസ് അരയ്ക്കുന്നത്. ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് താറാവിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി പറഞ്ഞു തന്നു, അതേപോലെ ആ പെരട്ടാനുള്ള എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ പെരട്ടാൻ പോവാ, അപ്പോൾ ഒരു മിക്സിയിൽ എടുത്തിട്ട് അത് അരയ്ക്കണം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടിയിൽ നിന്ന് തുടങ്ങാം. ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചേക്കുവാ ഇറച്ചി, അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി, ഒരു 1/2 ടീസ്പൂൺ. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ടേക്കണേ. അതേപോലെ മല്ലിപ്പൊടി, പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി, ഒരു 10 അല്ലി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സവാള മൊത്തം ഇടണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടോ കേട്ടോ. എന്നാന്നറിയാവോ, നമുക്കത് താറാവ് ഇച്ചിരി വേവ് കൂടുതൽ സാധനമാണ്. മീറ്റ് ഐറ്റംസിന് ബേസിക്കലി ഇഞ്ചിയും വെളുത്തുള്ളിയും നിറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞ് കൂട്ടല്ലേ. കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ജീരകം 1 സ്പൂൺ, ഗ്രാമ്പു ഒരു 5-6 എണ്ണം, പട്ട എപ്പോഴും ഒരു കഷ്ണം മതി, ഏലക്ക 5-6 എണ്ണം അല്ല, ഞാൻ കുറച്ച് കൂടുതൽ ഇടുക, പിന്നെ ജീരകം കുറച്ച്. ഇത് ഇത്രയും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം, ഒരു 3 ടീസ്പൂൺ വിനാഗിരിയെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ സ്പൈസസും ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തേക്കുക. ഇനി ഒരു ബൗൾ എടുത്തേച്ച് നമ്മുടെ ഇറച്ചി അതിനകത്തോട്ട് ഇടണം. എന്ന് വെച്ച് നമ്മുടെ ഈ അരപ്പ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടാൻ പോവാം. ഇട്ടാലുണ്ടല്ലോ ബേസിക്കലി പറയുന്നത് എന്നാ, അമ്മച്ചിമാരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇറച്ചി പെട്ടെന്ന് വേവുകയല്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇച്ചിരി ഞാൻ ഇട്ടില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതെനിക്ക് കൈവാക്ക് അങ്ങനെ ആയിപ്പോയി, എന്നാ ചെയ്യാനാ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഇറച്ചി നമുക്ക് ഒരിക്കലും ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് വേവിക്കാൻ ഒക്കുകയല്ല. എത്രയായാലും പ്രഷർ കുക്കറിനകത്ത് ഇടാനേ ഒക്കത്തുള്ളൂ. അത്ര വേവുണ്ട് എന്നാ പറയുന്നത് നമ്മുടെ ഈ താറാവിന്. അതുകൊണ്ട് ഞാൻ നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അതെല്ലാം കൂടെ പെരട്ടി താറാവിനെ ഞാൻ ഈ കുക്കറിനകത്തോട്ട് ഇട്ടു. പിന്നെ താറാവിന് ബേസിക്കലി വെള്ളം നമ്മൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചേറ് കിടക്കുന്ന ബേർഡ് ആയതുകൊണ്ട് അതിനകത്ത് നേരത്തെ വേവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി അത് വേവിച്ച് വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തുള്ള വെള്ളമാണെങ്കിൽ ഇച്ചിരി അങ്ങ് മാറും. അതുകൊണ്ട് നമ്മളത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം.
നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. പക്ഷെ താറാവ് വേവണമെങ്കിൽ കുറേ നേരം വേണം. ഒരു വലിയൊരു എന്നാ പറയുന്നത്, ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞാൽ വന്നതല്ലേ, അപ്പോഴത്തേക്ക് ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു 3 പ്രഷറൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുക്കർ ഓഫ് ചെയ്തു. പക്ഷേ അതിനി വെന്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ മേലെ തുറന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്നാലും ഒന്ന് നോക്കാം കേട്ടോ. പക്ഷേ എൻ്റെ പ്രഷർ കുക്കറിൻ്റെ ആവിയൊക്കെ വന്നപ്പോഴത്തേനുണ്ടല്ലോ, എന്നാ മണമായിരുന്നെന്നറിയോ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ച് പാൻ അടുപ്പിൽ വെക്കണം. പാനിനകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 50-50 റേഷ്യോയിൽ നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ ഇറച്ചി മുഴുവൻ വറുക്കാനുള്ള എണ്ണയല്ലേ, അന്നേരം ഇച്ചിരി വേണം. എന്നാന്ന് വെച്ചാൽ ഒത്തിരി കുറച്ച് പോയാൽ ഒക്കുകയില്ല. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി, നെയ്യൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട്. ഇനി ഇത് വറുത്ത് കോരണ്ടേ. ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ ഗ്രേവി വേണ്ട, അതിനകത്ത് ഇറച്ചി മാത്രം ഊറ്റിയെടുത്തേച്ച് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാം. ഈ വറുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ശരിക്കും ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ മതി. ഒരു ഇച്ചിരി ബ്രൗൺ ഒക്കെ ആയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അന്ന് പറഞ്ഞ പോലെ മതി. നമ്മുടെ താറാവ് ഇറച്ചി വേവിച്ച് വെച്ചു. എപ്പോഴും ഇറച്ചിയൊക്കെ ഇങ്ങനെ വേവിച്ച് വെക്കുന്ന കേട്ടോ അതിൻ്റെ രുചി. നമ്മൾ ആ പെരട്ടുന്ന അരപ്പും ഒക്കെ ഉണ്ടല്ലോ, അതിലോട്ട് അങ്ങ് പിടിക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു എന്നാ പറയുന്നത്, ഒരു പച്ചയിറച്ചിയുടെ ഒക്കെ ചുവയൊക്കെ ഒന്ന് മാറും. ആ ഒരു ടേസ്റ്റ് കൂടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ എന്നാ അടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടാകുമോ, ഞാൻ ഇപ്പം ഇറച്ചി വറുത്തപ്പോഴത്തേക്ക് ഒരു 5 സ്പൂണ് എണ്ണയും നെയ്യും കൂടി ഒഴിച്ചേക്ക്. ഇതിനകത്തിപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഇല്ല, എനിക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ. അപ്പോൾ ഞാനൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുക. ഇപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായ, എണ്ണ ചൂടായ, എല്ലാം ചൂടായി കിടക്കുമല്ലേ. അപ്പം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടുക. അന്നേരത്തേക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടണം. സവാള ഇട്ടു. എന്നുവെച്ചാൽ എന്നാ ചെയ്യണ്ടേ, ഒരു 2-3 കഷ്ണം പച്ചമുളക്, അത് കീറി വെച്ചേക്കുന്ന പച്ചമുളക്, അന്നേരം ഒരു 2-3 എണ്ണം ഇട്ടാച്ചാൽ മതി. പച്ചമുളകും ഇട്ടു, നമ്മുടെ സവാള ഇട്ടു. ഇതിനകത്തോട്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നമ്മുടെ ടൊമാറ്റോയും കൂടി ഇടും. ഇപ്പം നമ്മൾ എന്നാ പറയുന്നത്, ടൊമാറ്റോ ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഈ സമയത്ത്. ഇപ്പം ശരിക്കും ക്രിസ്മസിനൊക്കെ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാട്ടോ ഇത്. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത്രയും ഞാൻ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന എന്നാന്നറിയാവോ, ഇന്ന് നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ വേറെ ആരും അല്ല കേട്ടോ, പ്രേം പ്രകാശ് ചേട്ടനാണ് നമ്മുടെ ഇന്ന് ഗസ്റ്റായിട്ട് എൻ്റെ അടുക്കളയിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ എന്നെക്കാട്ടും കൂടുതലൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആസ് എ പ്രൊഡ്യൂസർ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. പിന്നെ മാത്രമല്ല ഒത്തിരി പേരെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ എൻ്റെ അറിവിൽ ശരിക്കും ഉണ്ടല്ലോ ഒരു നല്ലൊരു പാട്ടുകാരനൊക്കെയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് പറയുവാണെങ്കിൽ പറയണ്ടല്ലോ, നമ്പർ 1 സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്.
സഞ്ജു ബോബിയാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ മക്കൾ. പക്ഷെ അദ്ദേഹത്തെ പിള്ളേരെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും ഞാൻ പറയണ്ട, നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു പറയാം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് ഒന്ന് വഴന്നില്ല, ഇച്ചിരി വഴലാനുണ്ട്. ആ സമയത്ത് എന്നാ ചെയ്യുന്നറിയോ, ഇതിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഊറി ഊറി വരുവല്ലേ. ആ സമയത്ത് നമ്മൾ മിക്സിക്കകത്ത് ആദ്യം അരച്ച് വെച്ചേക്കുന്നതിൻ്റെ കുറച്ച് അരപ്പ് ബാക്കി ഇരിപ്പോട്ടെ. ആ അരപ്പിന് എന്നാ ചെയ്യണമെന്നറിയാവോ, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഈ ഇട്ട അരപ്പാണെങ്കിൽ നല്ല അസലായിട്ട് മൂക്കണം. ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി അതൊരു എന്നാ പറയുന്നത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം. അതിനൊരു എന്നാ പറയുന്നത് ഇച്ചിരി ഒരു സമയം വേണം. എൻ്റെ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വഴറ്റിയേ, അത് മതി. വെച്ചാൽ ഒത്തിരി അങ്ങ് വഴറ്റി കഴിഞ്ഞാൽ സ്മാഷ് ചെയ്തായി പോയാൽ പിന്നെ നമുക്ക് ആ ഗ്രേവി കോട്ട് ചെയ്യാനൊന്നും കാണുകയില്ല. അന്നേരം ഈ സമയത്ത് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ നേരത്തെ വേവിച്ചില്ല ഇറച്ചി, അതിൻ്റെ വെള്ളം നമ്മുടെ കുക്കറിലുണ്ട്, അതിനകത്തോട്ട് ഒഴിക്കണം. ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി ഞാൻ മിക്സിക്കകത്ത് ഒരു ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്, അഥവാ നമുക്ക് ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചേച്ചാൽ മാത്രം മതി. ഇതങ്ങോട്ട് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ ആ വറുത്ത് വെച്ചേക്കുന്ന താറാവുണ്ടല്ലോ ഇതിനകത്തോട്ട് കിട്ടണം. ഇതിനകത്തോട്ട് ഞാൻ ചേർത്തു. ഇനി എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന ഗ്രേവിയും ആ താറാവ് വറുത്തതും എല്ലാം ഇപ്പം നമുക്ക് ഒരു പാത്രത്തിലായി. ഇനി എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. താറാവിലാ നമ്മൾ പ്രത്യേകം ചേർത്ത ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണം. അതിനായിട്ട് കുറച്ച് സമയം വേണം. അപ്പം നമുക്കൊന്ന് അടച്ചിടാം. നമ്മൾ ആ ഇറച്ചിയെല്ലാം ഇട്ടു, ഗ്രേവി നല്ല തിക്കാവുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പം എന്നാന്നോ പകുതി വേവിച്ച് വെച്ചേക്കുക ഞാൻ ഉരുളക്കിഴങ്ങ്. അന്നേരം ഈ ഗ്രേവിയും ഇറച്ചിയും കൂടെ ഒന്ന് പിടിക്കാനുള്ള ഒരു സമയമില്ലേ, ആ സമയം നമ്മൾ ആ മറ്റേ ഉരുളക്കിഴങ്ങും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. താറാവ് റോസ്റ്റിൻ്റെ ഒക്കെ നല്ല മണം. അതെന്നാന്നറിയോ, നമ്മൾ ഈ ഉരുളക്കിഴങ്ങോട്ട് ഒന്ന് പിടിക്കാൻ വെക്കുകയല്ലേ, അന്നേരത്തേക്കും എന്നാന്ന് പറയുന്നത് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് ആ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, ആ മൊരിഞ്ഞ് വരുന്ന സാധനവും കൂടെ നമ്മൾ ഇളക്കി ഈ കറീനകത്തോട്ട് ഇടണം, കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഈ ഒരു മണം വരുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാൻ തോന്നുന്നു, ഞാനിടും. ഞാനിതിനൊരു പ്ലേറ്റ് ചെയ്യണ്ടേ, അന്നേരം ഒരു പ്ലേറ്റ് എടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവാനിടുമ്പോഴത്തേനുണ്ടല്ലോ തീ ഒത്തിരി സിമ്മാക്കിയേക്കണേ. അല്ലേലുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് എന്നാ പറയുന്നത് ആ വെള്ളമൊക്കെ അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോയേ ഉരുളക്കിഴങ്ങും വേവുകയല്ല, എല്ലാം ഒരു കുളമാവും. പിന്നെ വെള്ളം ഒഴുക്കി വരുന്നുണ്ട്, പല പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ രുചിയൊക്കെ അങ്ങ് പോകും. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഒരു തക്കാളിയോ ഒരു എന്നാ പറയുന്ന ഒരു പച്ചമുളകോ എന്നേലും ഒക്കെ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ചുമ്മാ കേട്ടോ എൻ്റെ കൈ കിട്ടിയതിനെ ഞാൻ ചുമ്മാ അലങ്കരിച്ചെന്നൊക്കെ ഉള്ളൂ, വലിയ കലാബോധമൊന്നും ആയിരിക്കുകയില്ല. അയ്യോ എൻ്റെ റേഡിയോയ്ക്ക് എന്തോ പറ്റി. അയ്യോ എന്നാ പറ്റിയുണ്ട്, നല്ല പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്കൊക്കെ ഉള്ള സുഖം ഒരു കാര്യമില്ല. പക്ഷെ എന്നാന്നോ ഈ നല്ലപ്പോഴാന്നേ ഇതിനകത്ത് ഈ പഴയ പാട്ടുകളൊക്കെ മുഹമ്മദ് റബിയുടെ പാട്ടല്ലേ, ആ റേഡിയോ ഓഫ് ചെയ്തു ഒരു രണ്ടുപേര് പാടിക്കെത്താണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മുഹമ്മദ് റബിയുടെ അങ്ങനെയൊന്നുമില്ല. ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുണ്ട്, ധാരാളം. ചൗദവീ കാ ചാന്ദ് ഹോ യാ ആഫ്താബ് ഹോ
जो भी हो तुम खुदा की कसम लाजवाब हो चौदहवीं का चांद हो. നല്ല മണം. അതോ അതെ എന്നാന്നോ ഞാനൊരു ക്രിസ്മസ് ഒക്കെ അടുക്കുമല്ലേ, അന്നേരം ഞാനൊരു താറാവ് റോസ്റ്റ് അച്ചായന് ചെയ്തേക്കുന്നേ. ഓ, നമ്മുടെ കോട്ടയംകാർക്ക് പ്രിയമുള്ള സാധനം. പിന്നെ താറാവ് റോസ്റ്റും ഒക്കെ എന്നാ പിന്നെ അല്ലാതെ എന്ത് ചേർത്തി വന്നില്ലേ? ചേടത്തിയുടെ കാര്യം പറഞ്ഞാൽ ചേടത്തി വരണമെന്നുണ്ടായിരുന്നു. ഇന്ന് വലിയൊരു പ്രോഗ്രാം ഒഴിവാക്കാനൊക്കെ വന്നുകൊണ്ടാണ്. ഒരു ദിവസം കൊണ്ടുവരാം. ഇനിയും എന്റെ ഒരു വിഷമം പറഞ്ഞേക്കണേ. അത് പറയും, ചേടത്തി പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട്, അത് അങ്ങോട്ട് പറയാൻ വഴക്കാന്നോ? എന്നാ പിന്നെ നമുക്ക് ഇരുന്ന് കേൾക്കാം. അതായിരിക്കും ഞാൻ തളർന്നു. ഞാൻ എന്തായാലും അച്ചായനുള്ള ഭക്ഷണം തന്നേച്ചിരുന്ന് വിശേഷം ചോദിക്കാം. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി അച്ചായൻ എന്ന് വിളിക്കുന്നത് എന്താ ഉദ്ദേശിച്ചത്? എന്റെ പ്രായം മനസ്സിൽ കണ്ട് ചോദിച്ചതാണ്. നമ്മള് ബഹുമാനിക്കണ്ടേ? എല്ലാരും കോട്ടയംകാര് എല്ലാരും അച്ചായെന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ബേസിക്കലി ഞാൻ കോട്ടയത്തിൽ നിന്നല്ലയോ, അന്നേരം പിന്നെ എന്നെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെ തന്നെയാ. പ്രായമുള്ളവരൊക്കെ അതാ ഇച്ചിരി 2 വയസ്സിന് മൂത്ത അന്നേലും വിളിച്ചോളാന്നാ പറഞ്ഞേക്കാം. 5-6 വയസ്സിന്റെ വ്യത്യാസം. ആ സത്യ, അത് ശരിയാ. ശരിക്കും പറഞ്ഞ പ്രേം നസീർ സാറിന്റെ കാലം മുതൽ ഇപ്പൊ നെവിൻ പോളിയുടെ കാലം വരെ അച്ചായൻ ഉള്ളോണ്ട് പിന്നെ എനിക്ക് 2 വയസ്സിന് എന്നെക്കാട്ടിലും. പക്ഷെ എന്നാന്നറിയോ, ആ ഒരു യൂത്ത് ഇപ്പോഴും അച്ചായനിലുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും നല്ലൊരു ഇത് പറഞ്ഞേ. പക്ഷെ എന്നാന്നോ, എനിക്ക് വലിയ കൺഫ്യൂഷൻ എന്നാ പറ്റിയെന്നറിയോ, അച്ചായന്റെ പേര് കേൾക്കുമ്പോഴത്തേനും ഒരു അച്ചായൻ എഫക്റ്റ് ഇല്ല. എഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ശരിക്കും കറിയാച്ചനാണ്. ഞാൻ വീട്ടിലെ കറിയാച്ചനാണ്. പിന്നെ പ്രേംപ്രകാശ് ആയത് എനിക്ക് ജോസ് പ്രകാശ് എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പേര് വന്നു. ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളുള്ള ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ. 1-മനാണ് ജോസ് പ്രകാശ്, 8-മനാണ് ഞാൻ. ഏറ്റവും ഏറ്റവും ആ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും. പിന്നെ എന്നെ നിങ്ങളിവിടെ വിളിക്കാനും അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഇവിടെ വിളിക്കാനുള്ള കാരണക്കാരൻ ജോസ് പ്രകാശ് തന്നെയാണ്. ഒരു പക്ഷേ ജോസ് പ്രകാശ് ഇല്ലെങ്കിൽ ഈ കറിയാച്ചൻ എന്ന ഈ പ്രേംപ്രകാശ് എന്ന് ഞാനില്ല. ഞാൻ കറിയാച്ചനായിട്ട് ഇപ്പോഴും ഇരിക്കും. അങ്ങനെ പേരിട്ടത് ഞാനിട്ടതല്ല. എനിക്ക് ആ പേര് തന്നത്, ഞാൻ ഈ ചെറുപ്പകാലം മുതൽ പറഞ്ഞ പോലെ പാട്ട് അഭിനയത്തോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കോട്ടയം YMCA എല്ലാ വർഷവും നടത്തുന്ന ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷനുണ്ട്. 2 വർഷം അടുപ്പിച്ച് മ്യൂസിക്കിന് ഫെസ്റ്റ് കിട്ടി. അപ്പോൾ അവിടെ ജഡ്ജായിട്ട് വന്നിട്ട് നമ്മുടെ മലയാള മനോരമയിലെ അന്നമ്മ കൊച്ചമ്മ എന്ന് ഞാൻ വിളിക്കുന്ന മിസസ് കെ മാത്യു. ഞാൻ അമ്മച്ചിയുടെ ഒരു വലിയ ആരാധികയാണ്. വെരി ഗുഡ്. അപ്പം അന്നമ്മ കൊച്ചമ്മയും പിന്നെ ഒരു മൈക്കിളുണ്ടായിരുന്നു, വയലിനിസ്റ്റ്. ഇവർ ജഡ്ജസ് ആയിരുന്നു. ഈ ജഡ്ജസ് എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ വളരെയധികം അവർക്ക് 2 പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ പറഞ്ഞു, കറിയാച്ചൻ എന്നുള്ള പേര് അത്ര പോരാ, നമുക്കൊന്ന് മാറ്റാം. ഇതൊരു എന്ത് പേരാ, ഒരു സാധാരണ ഒരു കോട്ടയം ചായൻ്റെ ഒരു പേര് പോലെ ഇരിക്കുന്നല്ലോ, ഇത്ര ചെറുപ്പത്തിലെ കറിയാച്ചൻ എന്നൊക്കെ അങ്ങനെ വിളിക്കും, നമുക്കൊരു പേരിട്ടാലോ. ഞാൻ പറഞ്ഞു, ഒരു പേര് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് 64-65 കാലഘട്ടമാണ്. അന്ന് അവരുടെ മനസ്സിൽ പ്രേം നസീറുണ്ട്, ജോസ് പ്രകാശ് എന്ന ഒരു വില്ലൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേം നസീറിൻ്റെ പ്രേമും ചേട്ടച്ചാരി പ്രകാശം എന്നുള്ള ജോസ് പ്രകാശിൻ്റെ പ്രകാശം കൊണ്ട് ചെയ്തിട്ട് പ്രേം പ്രകാശം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പേരിനോട് അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ആ ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ട് എന്നാൽ കിടക്കട്ടെ, ശരിയാ സിനിമയിലൊക്കെ കയറാനുള്ളതല്ലേ. അങ്ങനെ വന്നപ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും കറിയാച്ചൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് എനിക്കിഷ്ടം. അച്ഛാ ഇപ്പം പേര് കിട്ടി, അപ്പൊ കറിയാച്ചൻ എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം കേട്ടോ. ആനീസ് കിച്ചൺ, അതാ ആനിയുടെ അടുക്കള കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ഇനിയിപ്പം പ്രേം പ്രകാശ് എന്ന് വിളിക്കുമല്ല, കറിയാച്ചായോന്നേ വിളിക്കത്തുള്ളൂ. അപ്പം ഈ അത് മ്യൂസിക്കൽ ഇതെല്ലാം കഴിഞ്ഞ വെച്ച് ഫസ്റ്റ് എൻട്രി ടു ദ ഫിലിം എങ്ങനെയായിരുന്നു? സ്ട്രേറ്റ് ആക്ടിങ് ആയിരുന്നോ? അല്ല, എൻട്രി ടു ദ ഫിലിം എന്ന് പറയുന്നത് എനിക്ക് പാട്ടിനോട് കൂടുതൽ താല്പര്യമുള്ള, അഭിനയത്തേക്കാൾ കൂടുതൽ പാട്ടായിരുന്നു എൻ്റെ. കാരണം ജ്യേഷ്ഠനും ജോസ് പ്രകാശും നന്നായിട്ട് പാടും, എൻ്റെ സഹോദരിമാർ പാടും. അപ്പോൾ പാട്ടിനോടൊരു അഫിനിറ്റി ഉള്ളൊരു കുടുംബമായിരുന്നു ഞങ്ങൾ. അപ്പോൾ വളരെ ചെറുപ്പം പോലെ ഞാൻ പാടുമായിരുന്നു. അപ്പോൾ പലരും എന്നോടിങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് സിനിമയിൽ പാടിക്കൂടാ, ചേട്ടനൊക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ, അങ്ങനെയാണല്ലോ, ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടുകയല്ലോ. അങ്ങനെ ചേട്ടനോട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ ഈ മൈക്കിളും അന്നമ്മ കൊച്ചമ്മയും ഒക്കെ പറഞ്ഞു, എന്തുകൊണ്ട് അനിയനെ ഒന്ന് പാടിച്ചു, സിനിമയിലൊന്നും നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനാണ് ബാബുരാജിനെ പരിചയപ്പെടുത്തുന്നത്.
നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. 68 കാർത്തിക എന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോകുന്നു, ഒരു ഓഡീഷൻ കൊടുക്കുന്നു. ആ ഓഡീഷന് രേവതി സ്റ്റുഡിയോയിൽ പോയി 2 പാട്ട്, ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടി, ഒരു മലയാളം പാട്ട് പാടി. 2ഉം ബാബുലാലിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിലെനിക്ക് ഒരു 6 വരി കവിത പാടിച്ചു. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടില്ല എന്നുള്ളത് പാട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട്, പിന്നെ പാട്ടറിയാവുന്ന പലരും വന്നതുകൊണ്ട് നമ്മൾ പുറകോട്ട് പാട്ട് എന്നുള്ളത് ഉപേക്ഷിച്ചു. കാരണം എനിക്ക് ബേസിക്കായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. കേട്ട് പാട്ട് പാടാം. ഏത് ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ പാടാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതേതാ പാട്ട് ഫസ്റ്റ് പാടിയേ? യൂസഫ് അലി സാറാണ്, യൂസഫ് അലി കേച്ചേരി. ഇതാണ്: കാർത്തിക നക്ഷത്രത്തെ പുണരുവാനെന്തിന് പുൽക്കൊടി വെറുതെ മോഹിച്ചു, മാനത്തെ മുത്തിന് കൈ നീട്ടി മനം പൊട്ടിക്കരയുന്നതെന്തിനു നീ. ഇതാ പാടിയത്. ശരിക്കും അപ്പൊ അന്നേരം മച്ചാൻ എങ്ങനെ അഭിനയത്തോട്ട് വന്നേ? അഭിനയത്തോട്ട് വന്നത് 1970 70. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജിൽ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ആക്ടറാണ്. SB കോളേജിലും ഞാൻ പഠിച്ചപ്പോൾ ബെസ്റ്റ് ആക്ടറാണ്, CMS കോളേജിലും അതെ. അപ്പോൾ ഈ രണ്ടിനോടും താല്പര്യമുണ്ട്. അപ്പോഴൊക്കെ ജ്യേഷ്ഠൻ്റെ ഒരു സഹായത്തോടുകൂടിയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അങ്ങനെ സേതുമാധവൻ സാറിൻ്റെ അരനാഴിക നേരം എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം കിട്ടി. അതേ തുടർന്ന് എനിക്ക് സേതുമാധവൻ സാർ തന്നെ കുറേ പടങ്ങളിൽ ചാൻസ് തന്നു. ചട്ടക്കാരി, പണിതീരാത്ത വീട്, എല്ലാവരും കാമുകനാണ് നമ്മുടെ നന്ദിതാ ബോസിൻ്റെ. ചട്ടക്കാരിയിൽ പിന്നെ ലക്ഷ്മിയുടെ ബ്രദർ, അത് 70, 71, 72 കാലം. പിന്നെ അവിടുന്ന് കുറേ പടങ്ങളിൽ അങ്ങ് അഭിനയിച്ചു. അതിനുശേഷം 78 ഒരു നിർമ്മാതാവിൻ്റെ ഒരു മേലങ്കി കയറിയെടുത്തു. എന്നാലും അഭിനയം വിട്ടിട്ടില്ല. എങ്ങനെയാ നിർമ്മാണ രംഗത്തേക്ക് വന്നേച്ചേനെ? നിർമ്മാണ രംഗത്ത് വന്നത് ഞാൻ 78 പറഞ്ഞല്ലോ. അപ്പം നല്ലൊരു സിനിമ എടുക്കണം, നല്ലൊരു സിനിമ വെച്ചാൽ സിനിമ എടുക്കണം. അങ്ങനെ എൻ്റെ ഭാര്യ കോളേജ് ആയിരുന്നു, പ്രൊഫസറായിരുന്നു. അല്ല, BCM കോളേജ്. അപ്പോൾ റിട്ടയർ ചെയ്തിപ്പോൾ ഞങ്ങളൊക്കെ ഈ വായിക്കും, പ്രത്യേകിച്ച് വൈഫ് കണ്ടോനം വായിക്കും. അപ്പോൾ അത് ഡൈജസ്റ്റിലൊരു കഥ വന്നു, റീഡേഴ്സ് ഡൈജസ്റ്റിൽ. റിച്ചി മൈ സൺ മൈ എനിമി എന്നും പറഞ്ഞൊരു സംഭവ കഥ. അത് സിനിമയ്ക്ക് പറ്റിയൊരു കണ്ടൻ്റ് ഉണ്ടെന്ന് എന്നോട് പറയുന്നത് വൈഫാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ശരി നമുക്കിതൊന്ന് സിനിമയാക്കാം. ആരെഴുതും, ആര് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അന്ന് പത്മരാജൻ റൈറ്ററായിട്ട് കത്തി നിൽക്കുന്ന സമയമാണ്, നന്നായിട്ട് എഴുതുന്ന സമയം, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് ഇത് മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ, ദ ബെസ്റ്റ് സ്റ്റിൽ. ഇതുവരെ മറികടക്കാൻ ആരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തോട് കഥ പറഞ്ഞ് അങ്ങനെ എഴുതി തന്നാൽ IV ശശിയെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യണം. അന്ന് എൻ്റെ മനസ്സിൽ IV ശശിയാണ്. ശശി ഒന്ന് നല്ല ഡയറക്ടർ കിട്ടുക. അങ്ങനെ ഞാൻ പത്മരാജനെ വന്ന് കാണുന്നു, സംസാരിക്കുന്നു, കഥ കൊടുക്കുന്നു, എൻ്റെ ഉദ്ദേശം പറയുന്നു. വായിച്ചിട്ട് പറഞ്ഞു, ഇത് നല്ല കഥയാണ്, പക്ഷേ ഈ 78 കാലഘട്ടത്തിൽ എടുക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റല്ല. അത് ഈ ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു കുടുംബവും അങ്ങനെ അതിൻ്റെ പേരിൽ അച്ഛനാൽ കൊല്ലപ്പെടുന്നൊരു മകനും, അതാണ് കഥ. നല്ല സംഭവമാണ്, ഒരു റിയൽ സ്റ്റോറി. അത് സിനിമയ്ക്ക് ഈ കാലഘട്ടത്തിന് പറ്റിയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പത്മനാഭൻ്റെ എന്തെങ്കിലും കഥയുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സിനിമയാക്കാനാണ്. പറഞ്ഞു, എൻ്റെ ഒരു കഥയുണ്ട്, അതിപ്പോൾ മാതൃഭൂമി വീക്കിലിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, പെരുവഴി അമ്പലം എന്നാണ് ആ നോവലിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, ഞാനും വൈഫും വായിക്കുന്ന കഥയാണ്, ഞാൻ ഈ മാതൃഭൂമിയുടെയൊക്കെ സ്ഥിരം വായനക്കാരനാണ്. ആ നോവലും വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഓരോ വരകളും എൻ്റെ മനസ്സിലുണ്ട്, ഓരോ ക്യാരക്ടറിന് ഞാൻ വായിക്കുന്നുണ്ടെന്ന്. അതിങ്ങനെ വേണമെങ്കിൽ സിനിമ ആക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും തോന്നിയില്ല. കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പത്മനാഭൻ എന്ന് പറഞ്ഞ അങ്ങേറ്റം ഞാൻ ആരാധിക്കുന്ന ഒരു തിരക്കഥാകൃത്ത് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പം ഇത് സിനിമയാക്കാൻ തരാം എന്ന് താല്പര്യം വരുമ്പോഴത്തേനും ഞാൻ നാച്ചുറലി ഞാൻ പറഞ്ഞു, ചെയ്യാം, നമുക്ക് ചെയ്യാം. പാപ്പ പുള്ളി പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കഥ എന്നെങ്കിലും സിനിമയാക്കുന്നെങ്കിൽ അത് സംവിധാനം ചെയ്യാൻ ഞാൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്, എനിക്ക് സംവിധാനം ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ലഡു പൊട്ടിയാണ്. ഞാൻ പറയാം, നല്ലൊരു തിരക്കഥാകൃത്തിന് തീർച്ചയായിട്ടും എഴുതുന്നയാൾക്ക് വളരെയധികം വിഷ്വൽ ഇതുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പത്മനാഭൻ അത് ഞാൻ ചെയ്യാം. ഒരുപക്ഷെ പുള്ളി പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ്.
ഞാനെങ്ങനെയാണ് പെട്ടെന്ന് വേറൊരു കഥയായിട്ട് വന്നയാൾ ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ഈ മനുഷ്യൻ പറയുന്നത് ഇവിടെ ഞാൻ ചെയ്യാം, എനിക്ക് തയ്യാറാണ്. അപ്പോൾ പത്മനാഭൻ പറഞ്ഞു, അല്ല എനിക്കൊന്ന് ആലോചിക്കണം, ഒരു 3 ആഴ്ചത്തെ സമയം വേണം. കാരണം മറ്റൊന്നുമല്ല, ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും എൻ്റെ അതിൽ ഡിഫറെൻറ്റ്. മറ്റേ സാങ്കേതികത്വം വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്, അതും കൂടെ ഉണ്ടല്ലോ, ഒരു ടെക്നിക്കാലിറ്റി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഡയറക്ഷൻ. അതുകൊണ്ട് എനിക്കൊന്നും ആലോചിക്കണം, ഡിസ്കസ് ചെയ്യാനുള്ളത്. അന്ന് അങ്ങേര് ഹരിപ്പോത്തൻ്റെയും ഭരതൻ്റെയൊക്കെ വളരെ സുഹൃത്തുക്കളാണ്. ഹരിപ്പോത്തനാണ് അങ്ങേരെ സിനിമ വേദിയിൽ ആസ് എ റൈറ്റർ കൊണ്ടുവന്നെത്തിക്കുന്നത്, ഡയറക്ടറായിട്ടില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഈ ആശയം ഹരിയോടും ഭരതനോടും പുള്ളി സംസാരിച്ചു. അവർ തമ്മിൽ ചർച്ച ചെയ്തു. 3 ആഴ്ച എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ പെരുവഴിയമ്പലം ഉണ്ടായി. അങ്ങനെയാണ് പത്മരാജൻ എന്ന വ്യക്തി സിനിമ ഡയറക്റ്റ് ചെയ്യുകയും അതിന് ഞാനൊരു നിമിത്തക്കാരനാകുകയും ചെയ്യുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെ. ഈ ഡയറക്ടറിന് മാത്രമല്ല ചേട്ടന് ശരിക്കും ഗിരീഷ് ചേട്ടനെയും ചേട്ടനാക്കുണ്ടോ, ഗിരീഷ് പുത്തഞ്ചേരി. ശരിക്കും എത്രയോ കഴിവുള്ളതും നമ്മൾ മലയാളികൾ അംഗീകരിച്ച് ഗിരീഷ് ചേട്ടന്റെ വാക്കുകളും പാട്ടൊക്കെ കേട്ട ആരാ ഗിരീഷൊക്കെ ഓർമ്മയിൽ ഒത്തിരി നമുക്ക് ഓർമ്മകൾ തരുന്നത്. അതല്ല എനിക്ക് നിമിത്തം വാങ്ങാൻ പറ്റിയല്ലോ. അശോകന്റെ വരവ് പെരുവഴിയമ്പലത്തെ അശോകന്റെ വരുന്നത്, പുത്രനിലൂടെ ബിജു മേനോൻ, പിന്നെ റഹ്മാൻ കൂടെവിടയിലൂടെ. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്നാ പറയുന്നത്, ഇതിനൊക്കെ ഒരു നിമിത്തമാകാൻ ദൈവം എന്നെ സഹായിച്ചല്ല, എൻ്റെ കഴിവല്ല, അവരുടെ കഴിവ് കൊണ്ട് വന്നതാണല്ലോ, അല്ലാതെ എനിക്കല്ല. പക്ഷെ ദൈവം അതിനൊരു നിമിത്തം ചായനായെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ബിജുവിനെ പറ്റി പറഞ്ഞപ്പം പെട്ടെന്നൊരു ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചത് മറ്റൊന്നുമല്ല, ഭർത്താവിനെ പറ്റിയാണ്. എൻ്റെ ഏട്ടൻ. അതായത് ഞാൻ ദില്ലിമാല രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പടം, എൻ്റെ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, അതിൻ്റെ ഷൂട്ട് ഊട്ടി നടക്കുക. അപ്പോൾ അതിലൊരു കഥാപാത്രം ബിജു ചെയ്യണം. ഇപ്പോൾ രാജസേനാണ് സംവിധായകൻ. സേനൻ പറഞ്ഞു നമുക്ക് അധികമൊന്നും ഇല്ലെങ്കിലും ആ ക്യാരക്ടറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിജുവിനെ കിട്ടുമോ, ബിജു ഒക്കെ ഇപ്പോൾ വളരെ തിരക്കല്ലേ, പിന്നെ കറിയാച്ചനല്ലേ ബിജുവിനെ കൊണ്ടുവന്ന ഒരാളല്ലേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷേ ഈ ചെറിയ വേഷത്തിന് വിളിച്ചാൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരൊക്കെ ബിസി ആയിപ്പോയി, സിനിമയാണ്, നമ്മളങ്ങനെ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാമെന്നു. ഞാൻ ഊട്ടിയിൽ നിന്ന് വിളിക്കുമ്പം ബിജു ഷാജിയുടെ പടത്തിൻ്റെ സെറ്റിലാണ് ഇവിടെ, ഏതോ ഒരു പടം. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാൻ ഷാജി കൈലാസ് സാറിൻ്റെ പടത്തിലാണ്, എനിക്ക് വിട്ടുപോരാൻ ഒക്കുമോ. ഞാൻ പറഞ്ഞു ഷാജിയോട് ചോദിക്കുക, അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്നെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഓർമ്മയിലുള്ള ഒരു കാര്യം, ഷാജിയുടെ വാക്കുകൾ ബിജു പറഞ്ഞതാണ്. ഷാജി പറഞ്ഞത് എൻ്റെ ഷൂട്ട് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് തരാം, പക്ഷേ ബിജുവിന് ആദ്യം അവസരം തന്ന ആ മനുഷ്യൻ വിളിച്ചപ്പോൾ പോകണം. ഞാൻ ഷാജിയെ ചിന്താമണി കൊലക്കേസിൻ്റെ ഷൂട്ടിങ് ചെന്നപ്പോഴും ഞാനത് പറഞ്ഞു, ഷാജി വലിയൊരു ഇതാണ് ആ മനസ്സ്. പിള്ളേരും ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും അല്ലേ, അപ്പൊ അങ്ങനെയാണോ അവരും ഈ സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയി മാറിയത്? അവർ കോട്ടയത്ത് പഠിച്ചത് പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്കൂളിൽ, മിസസ് റോയിഡ്. എൻ്റെ 3 മക്കളും ബോബി, സഞ്ജയ്, തങ്കം, ഇവർ 3 പേരും അവിടെ പഠിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ നാടകം, സ്കിറ്റൊക്കെ ഉണ്ട്, ഇവരൊക്കെ എഴുതും, ഇവരെ കൊണ്ട് എഴുതിക്കും. ചെറുകഥകളൊക്കെ ചെറുകഥകൾ എഴുതാനൊക്കെ ഇവർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ എഴുതും, പിന്നെ ധാരാളം വായിക്കും. അതിന് കൂടുതലും പ്രചോദനം എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം ഒരു കോളേജ് ടീച്ചറാണ്, കൂടുതൽ വായിക്കാൻ കൊടുക്കുക. എനിക്ക് ആ വിവരങ്ങളൊക്കെ കുറവാണല്ലോ, ഞാൻ കുറേ മലയാളം നോവലൊക്കെ വായിക്കുന്നില്ല, വേറെ ഒന്നുമില്ല. പുള്ളിക്കാരത്തി അതല്ല, എല്ലാം പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യത്തിലാണെങ്കിലും അവരുടെ ഈ വക വളർച്ചയിലൊക്കെ ധാരാളം പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെ, യാതൊരു സംശയമില്ല. അവര് ഭാവിയിൽ ഇന്ന ആൾക്കാരാവണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മൂത്ത മകൻ ബോബി ഡോക്ടറാണ്, MD ഇൻ ജനറൽ മെഡിസിൻ, ഫിസിഷ്യനാണ് ഒരു ഹോസ്പിറ്റലിലെ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യും, അതിൻ്റെ കൂടെ എഴുത്തും നടക്കും. സഞ്ജയ് കുറേ കാലം കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു, MA B.Ed കഴിഞ്ഞിട്ട് ഗസ്റ്റ് ലെക്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ അവന് താല്പര്യക്കുറവായിരുന്നു, ഒരു അധ്യാപന പ്രക്രിയയോട് വലിയ താല്പര്യമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് സിനിമ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ കമലിൻ്റെ കൂടെ വിട്ട് 2-3 പടം വർക്ക് ചെയ്തു. കമൽ തന്നെ അന്നേരം എന്നോട് വിളിച്ച് പറഞ്ഞു ഇവർക്ക് എഴുതാൻ നല്ല ഫ്ലെയറുള്ള പിള്ളേരാണ്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കമലൊക്കെ അവരുടെ ഗുരുവാണ്. എൻ്റെ മോള് അവൾ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, പക്ഷേ നന്നായിട്ട് പാടുമായിരുന്നു. എൻ്റെ വീട് അപ്പിനകത്ത് പാടിയിട്ടുണ്ട്, യേശുദാസുമായിട്ട് പാടും, നന്നായിട്ട് നല്ല അസലായിട്ട് പാടും. അപ്പോൾ ഇതേപോലെ ബേസ് ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല. മോള് പാട്ട് പഠിച്ചതാ. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പം ഒരു 24 വയസ്സൊക്കെ അപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സിംഗപ്പൂരിലാണ്, 2 മക്കളുമായി. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. ബോബിക്ക് 2, സഞ്ജുവിന് 2, തങ്കത്തിന് 2, 6 പെൺകുട്ടികൾ. നല്ലതാ. അയ്യോ ഇഷ്ടം, പെൺമക്കളുണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്.
അച്ചായ എനിക്ക് 3 ആമക്കളാട്ടോ. അതിപ്പോ അച്ചായ ഇങ്ങനെ ഒന്നും എടുത്തു പറയരുത്, ഞാൻ മേടിച്ചു. പക്ഷെ എന്നാലും ശ്രമം നിർത്തണ്ട. അയ്യോ അച്ചായ, ഞാൻ പറയുന്നത് ഒരു പെണ്ണുള്ളതുണ്ടല്ലോ എപ്പോഴും എനിക്ക് 3 പെൺമക്കളാ കേറി വരാൻ പോകുന്നത്, അറിയാവോ? വരുമല്ലോ. ഞാനിപ്പോ ഇല്ലാത്തതിനെ പറ്റി പറയല്ല. പെൺമക്കളുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന അച്ഛനമ്മമാരുടെ സുഖം അതൊന്നും വേറെ. എനിക്ക് വരുന്ന ആമക്കളോട് ഇഷ്ടക്കുറവൊന്നും ആയിരുന്നില്ല കേട്ടോ, ആമക്കളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ബോബി സഞ്ജന കണ്ട ഞാൻ പറഞ്ഞേക്കും, അച്ഛൻ്റെ ഉള്ളിൽ ഇതായിരുന്നു മോനെ. അവര് പറയുമല്ലോ അവര് പറയുമല്ലോ തങ്കത്തിനോടാണല്ലോ ഏറ്റവും ഇഷ്ടം. ഞാൻ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ പിന്നെ കുജുമ്പും കുന്നായ്മ ഒന്നും ഏക്കുകയല്ല. അതൊന്നുമില്ല, അതൊന്നും പ്രശ്നം. അവര് പറയുമല്ലോ, ഇങ്ങോട്ട് പറയും. അല്ല പിന്നെ എന്തായാലും അച്ഛൻ ക്രിസ്മസ് വരുമല്ലേ, ആദ്യം ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഭക്ഷണം അച്ഛന് തരാൻ പോകും. ഓക്കെ. പാലപ്പം, താറാവ് റോസ്റ്റ്. കുറച്ചിട്ട് കഴിക്കാല്ലേ? പിന്നെ കഴിച്ചോ. താറാവ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ നല്ല കിട്ടുമോ? ഓ ഇല്ല, അത് നമ്മുടെ അങ്ങോട്ട് തന്നെയാണ്. ഞങ്ങളുടെ കുമരകം, കോട്ടയം ഒക്കെ. നമ്മുടെ ഒറ്റയടിക്ക് മേടിക്കണ്ട, ഞാനും പകുതി അതിനകത്തുണ്ട്. എനിക്കറിയാം. അത് അല്ലല്ല, നമുക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് ഏറ്റവും നല്ല താറാവ്. ഏറ്റവും നല്ല താറാവ് ഭാഗമാണ് ഏറ്റവും നല്ല താറാവ്. അതെ, ഇവിടെയൊക്കെ കിട്ടും, എന്നാലും അത്രയും വരികയല്ല. ഇങ്ങനെ നെറ്റിയൊന്നും ചുളിക്കരുത്, ചേർത്തി ഉണ്ടാവില്ല. എനിക്ക് ഭാവിയുണ്ടോ ഈ തൊഴിലിൽ? എന്റെ തമ്പുരാനെ എന്ന് നോക്കുക. കുഴപ്പമില്ല. എന്റെ ഭാര്യ അഫ്സൽ കുക്ക, സംശയം വേണ്ട. അതെനിക്കറിയാം. അഫ്സൽ കുക്ക. മരുമക്കളൊക്കെ എന്നൊക്കെ ചെയ്യും? മരുമക്കള്, മൂത്ത മകള് ഡോക്ടറാണ്, കോട്ടയം കാരിത്താസിലെ ഡോക്ടറാണ്. രണ്ടാമത്തെ സഞ്ജയന്റെ ഭാര്യ അഞ്ജന നായർ, അവള് റേഡിയോ മാംഗോയുടെ ചീഫാണ്. മരുമോന എവിടെ? സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നു. സിംഗപ്പൂരില് സിറ്റി ബാങ്കില്. അച്ഛൻ ഇനി പുതിയതായിട്ട് ഏത് പടമാണ് എടുക്കുന്നത്? അങ്ങനെ പ്രൊഡ്യൂസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് അറിയാവില്ല, ലാസ്റ്റ് പടം അറിയാവോ? അയാളും ഞാനും തമ്മിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നല്ല ഗ്യാപ്പുണ്ട്, 3 കൊല്ലമായി. ഇപ്പം ഈ വർഷം 2016 2 പടം ചെയ്യുന്നുണ്ട്. അതും മക്കൾ എഴുതുന്നു. മക്കളുള്ളിടത്തോളം കാലം അവരെ കൊണ്ട് അവരെഴുതി തരണമല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ വേറെ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ മക്കൾ എഴുതുന്നോണ്ട് 2 പടം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ 2 അവർ ഓൾറെഡി ഓക്കെയാണ്. അപ്പൊ അതൊന്നും നടക്കട്ടെ. എല്ലാ വർഷവും പടം എടുക്കാൻ. അപ്പം ഈ കഥ ഇവ കേൾക്കുമ്പോ അച്ഛൻ അഭിപ്രായം ഒക്കെ പറയുമല്ലേ? കൊമേഴ്ഷ്യൽ വൈസ് അച്ഛൻ തിങ്ക് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും. അത് അവിടെ പക്ക ഒരു പ്രൊഡ്യൂസർ ആയിരിക്കാം. അല്ല, പക്ക പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനെടുത്ത സിനിമകളെല്ലാം പറ്റും കൊമേഴ്ഷ്യൽ ഹിറ്റൊന്നുമല്ല. കുറേ നല്ല പടങ്ങൾ എടുക്കാൻ പറ്റി. അതായത് ആ സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഗുണം കൊണ്ടാണ്. ഞാൻ 18 പടം എടുത്തു. 18 പടവും പിന്നെ പല ഡയറക്ടേഴ്സാണല്ലോ. അപ്പോൾ അത് എഴുതിയവർ എല്ലാവരും നല്ല വർക്കാണ് ചെയ്തത്. അല്ല, അപ്പോൾ ഈ 18 പടം എടുത്തതിൻ്റെ കൂട്ടത്തിൽ എങ്ങാനും ഒരു നല്ല കഥ കേട്ടേച്ച് എടുക്കാൻ പറ്റാഞ്ഞ പോയ എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? എടുക്കാൻ പോയ പടമുണ്ട്. ഏതാ? പത്മരാജൻ ചെയ്ത ഇന്നലെ എന്ന് പറഞ്ഞ പടമില്ല, അത് എൻ്റെ കയ്യിലിരുന്ന ആ സ്ക്രിപ്റ്റ്. കാരണം കൂടെവിടെ എഴുതിയ വാസന്തിയുടെ നോവലാണ്. അതും കൂടെവിടെ വാസന്തി എഴുതിയത് അതിൻ്റെ നോവല്. ആ കൂട്ടത്തിൽ ഇന്നലെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ റൈറ്റ് മേടിച്ച് വെച്ചതാണ്. റൈറ്റ് മേടിച്ച് വെച്ചിട്ട് പറ്റിയത് എന്നാന്ന് വെച്ചാൽ അന്ന് പ്ലാൻ ചെയ്ത് മമ്മൂട്ടിയും മോഹൻലാലിനെയും കൂടെ അഭിനയിപ്പിക്കാം. അതായത് ജയറാം ചെയ്തതും സുരേഷ് ഗോപി ചെയ്തതും കൂടെ അങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമം നടത്തി. എന്തുകൊണ്ടോ ഇവരെ ഒരുമിച്ച് കിട്ടുന്നില്ല. അന്ന് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു ഇവർ രണ്ടും ഇല്ലെങ്കിൽ മുമ്പോട്ട് പോയാൽ ബിസിനസ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വലിയ ധനവാനായ പ്രൊഡ്യൂസറൊന്നും അല്ലല്ലോ. അപ്പം ഇച്ചിരി പുറകോട്ട് പോയിരുന്നു, മടിയുണ്ടായി. അപ്പോഴത്തേക്കും അങ്ങേർക്ക് വേറൊരു പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേനോട് ചോദിച്ചു റൈറ്റം കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ശരി ചെയ്യുക, ഒരു സിനിമയല്ലേ. പക്ഷേ ഇപ്പോഴും കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ശരിയാ, നല്ലൊരു കഥയും ചെയ്യേണ്ടതായിരുന്നു. ശരിയാ, നല്ലൊരു കഥയാ. കാരണം വെച്ചാൽ അച്ഛൻ ചെയ്തേക്കുന്ന മിക്കതും നല്ല കഥ. അല്ല ഏതൊക്കെയോ ഒത്തു വന്നതാ. അതേപോലെ അച്ഛന് പാട്ടിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള പാട്ടുകളും പാട്ടുകൾ ചില പാട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ ജോൺസണും ഔസപ്പച്ചനും വെങ്കടേശും അവരൊക്കെ ചെയ്ത. ഗിരീഷ് ഏട്ടൻ ഏത് പടത്തില? ജോണി വോക്കറിലോ? ശരിയാ, നല്ല പാട്ട്. ജോണി വോക്കറിലെ അത് ശാന്തമീ രാത്രി ഒക്കെ ആണ് അന്നത്തെ കാലത്ത്. ഗിരീഷ് ഏട്ടൻ എങ്ങനെയാ കാണുന്നേ? അതൊക്കെ സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇവിടെ ഒരു വേദനയാ, ശരിക്കും വേദനയുണ്ട്. ഒരു പാവം പിടിച്ച മനുഷ്യൻ. പാവം എന്ന് പറഞ്ഞാൽ ഡൗൺ ടു ദ എർത്ത് ആണ്. ഏറും സാധുവായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ലാസ്റ്റ് സമയമായപ്പോഴത്തേനും
സിനിമയുടെ മായിക വലയങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ പെട്ടുപോയതാ. അതുപോലെ എൻ്റെ വീടപ്പൂൻ്റെ പാട്ട് എഴുതാൻ വന്നപ്പോൾ എൻ്റെ മക്കളാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് അറിഞ്ഞ് പാട്ടെഴുതി കഴിഞ്ഞ് പോകാൻ നേരത്ത് ഗിരീഷ് ഒരു പേനയെടുത്ത് എൻ്റെ മകൻ സഞ്ജയൻ്റെ കൊടുത്തു, ഇത് വെച്ചോളാൻ പറഞ്ഞു. ആ പേന ഇപ്പോഴും എൻ്റെ മകൻ സൂക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ഗിരീഷേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഫീലിംഗ് വരികയല്ലേ അച്ഛാ. എനിക്ക് ഓരോ ഗിരീഷേട്ടൻ എഴുതി ഏതെങ്കിലും ഒരു നല്ല 2 വരി. അല്ല, എനിക്ക് ഗിരീഷിൻ്റെ വരികളെ പറ്റിയല്ല, ഇവർ ധാരാളം പാട്ടുകളുണ്ടെങ്കിലും ഞാൻ അതങ്ങനെ മനസ്സിൽ അങ്ങനെ കൊണ്ട് അത് ഒരു പക്ഷേ ആയിരിക്കും, ഒരു പക്ഷേ ആ പാട്ടല്ല, അല്ലാത്ത കുറേ പാട്ടുകൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നൊക്കെ ഇപ്പം പഴയ എൻ്റെ മനസ്സിൽ മലയാള സിനിമയിലെ പാട്ടുകൾ ഞാൻ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു പ്രേമഗാനമുണ്ട്, യേശുദാസിൻ്റെയാണ്. ഒന്ന് ഊഹിച്ച് പറയാമോ ഏതായിരിക്കാം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ നമുക്ക് പ്രായവ്യത്യാസം ഇല്ലെങ്കിൽ എനിക്ക് ഓർമ്മ കുറവാ. എന്നാലും 5-6 വയസ്സിന് വ്യത്യാസമില്ല. പിന്നെ എനിക്ക് അന്നേരം അച്ഛൻ്റെ അത്ര ഓർമ്മ ഉണ്ടാവുകയല്ല. എനിക്ക് ഇച്ചിരി കൂടുതലല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഭാർഗവി നിലയത്തിൽ ബാബുരാജ് സംഗീതം നൽകി ഭാസ്കരൻ മാഷ് എഴുതിയൊരു പാട്ടുണ്ട്. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. വളരെ ഇഷ്ടമുള്ള പാട്ട്. ഈ വാക്കുകളൊക്കെ എന്ത് ടച്ചിങ് ആയിട്ടാണ് അച്ചായന്റെ മനസ്സിനകത്ത് ഒരു കാമുകൻ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് പാടി പിടിച്ചല്ലേ? പിന്നെ ചേച്ചിയോടൊക്കെ ചോദിക്കട്ടെ. ചേച്ചിയോട് ചോദിക്കാനൊന്നുമില്ല, ഈ പാട്ടൊക്കെ കേട്ട് വീണതാ. ആന്നോ? ഇത് എവിടെ പോയാ പാടി കേൾപ്പിച്ചേ? കോളേജില്. അല്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ് ആണല്ലോ. അതൊന്നും വലിയ കാര്യമല്ലല്ലോ, വേറെ ക്ലാസ് ആന്നേലും. അവിടെ മ്യൂസിക്കൽ ഈവനിങ് ഉണ്ട് എവരി ഫ്രൈഡേ. അപ്പം ഞാനൊക്കെ അതിൻ്റെ ആളാണ്. എല്ലാ ആഴ്ചയിലും പോയി പാട്ട് പാടും. വൈകുന്നേരം കൂടി വിത്ത് ഓർക്കസ്ട്ര, കുമരൻ രാജപ്പനും അവരൊക്കെയാണ് നമ്മുടെ ഓർക്കസ്ട്ര. ഈ പാർട്ടി ഒരു പെണ്ണ് ഇങ്ങനെ ഫ്രണ്ട് വന്നിരുന്ന നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ കണ്ണുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കും. പാട്ട് പാടി 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 അധികം വളച്ചു വിട്ടുണ്ടല്ലോ, പ്രേമമായി. അങ്ങനെ പ്രേമിച്ച്, പക്ഷെ ഒരു പ്രേമവിവാഹമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, പരസ്പരം പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠനും ഭാര്യ ജോസ്പ്രാജും ഭാര്യയും കൂടെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു, കല്യാണം നടന്നു. പക്ഷേ പാട്ടിലാണ് വീണ. ഈ പാട്ടൊക്കെ പെടും. ശരിക്കും അച്ചായനാണെങ്കിൽ ബിഗ് സ്ക്രീനിലും ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി, അതേപോലെ മിനി സ്ക്രീനിലും ഇല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് എങ്ങനെയാ ചായ വരുന്നത്? അല്ല, ഡിഫറൻസ് ആക്ടിങ്ങിൽ നമുക്കൊരു നടനോ നടിക്കോ ഒന്നും വ്യത്യാസമൊന്നും ഒരു ടെക്നീഷ്യൻ വൈസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വൈസ് അല്ല. പ്രൊഡക്ഷൻ വൈസ് വരുമ്പോൾ നമുക്ക് സീരിയലിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉള്ള എന്നാന്ന് വെച്ചാൽ ദിവസം 4-5 എപ്പിസോഡ് എടുത്തേക്കുക, 3 എപ്പിസോഡ് എടുത്ത് തല്ലിക്കുട്ടി വെക്കുക. അതിനോട് എതിർപ്പുള്ള ആളാണ് ഞാൻ. 3 സീരിയൽ നിർമ്മിച്ചിട്ടുണ്ട്. അവസ്ഥാന്തരങ്ങൾ, അവിചാരിതം, ആഗ്നേയം. പറയാമല്ലോ, ഈ 3 സീരിയലിനും ബെസ്റ്റ് സീരിയൽ അവാർഡ് കേരള ഗവൺമെൻറ്റിന് കിട്ടി. ഒരു പ്രൊഡ്യൂസർക്കും അവകാശപ്പെടാനില്ലാത്തൊരു കാര്യമാണ് മലയാളത്തിൽ. ഞാൻ 3 സീരിയൽ എടുത്തുള്ളൂ, പക്ഷേ അതൊക്കെ 40 എപ്പിസോഡോ 20 എപ്പിസോഡ് ഒക്കെയാണ്. എനിക്കങ്ങനെ ഞാനൊരു സീരിയസ് ആയിട്ട് ഈ മീഡിയയെ കാണുന്ന ആളാണ്. ഒരു 500 എപ്പിസോഡ് എടുത്തിട്ട് കഥ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിനോട് എതിർപ്പുള്ള ആളുമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സീരിയലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഞാനിപ്പോൾ അവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അത് ബിസിനസ്സാണ്, പൈസ കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ താല്പര്യക്കുറവാണ്. ഒരു കഥ എവിടെ തീരുന്നു അവിടെ തീർക്കണം. പക്ഷേ എനിക്കിപ്പോൾ അജയൻ പറഞ്ഞോട് യോജിപ്പ്. 40 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു കഥ കറക്റ്റായിട്ട് മനസ്സിലാവും. കോമ്പാക്റ്റ്. അപ്പോൾ ഒരു സിനിമ നമ്മൾ 2.25 മണിക്കൂർ 2.5 മണിക്കൂർ കാണുന്നു കഴിഞ്ഞാൽ അവിടെ തീരുക, പിന്നെ അങ്ങോട്ടില്ലത്. അത് ശരി. അതേപോലെ തന്നെ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ സീരിയൽ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായിട്ട്. ഒരു പാട്ടൂടെ പഴയത് എനിക്ക് എന്നാന്നറിയോ, എനിക്ക് അങ്ങനെ എന്റെ
പാട്ട് വെട്ടി ചീത്തയെന്ന് അറിയാലോ. ഞാൻ ഇത്രയും നേരം ആസ്വദിച്ചോണ്ടിരിക്കും. റേഡിയോ അത് ദൂരം അതൊന്നും പറയല്ലേ. അയ്യോ ഞാൻ പാടിയ ഈ ഷോ നിന്നു പോകും. വേണ്ട, അയ്യോ വേണ്ട. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകര് ദിവസം ദിവസം എന്നെ ഇഷ്ടപ്പെട്ടോണ്ട് വരുന്നതൊക്കെ പോകും. ഒരു പാട്ട് പാടുമ്പോ അതെ, അച്ഛൻ പാടിയാ പാടി. മോഹൻ റാഫിയുടെ നമ്മളെ പാടിയില്ലേ, ആദി ബർമന്റെ ഏതെങ്കിലും പാട്ട്. ആദി ബർമൻ മ്യൂസിക് ഡയറക്ടറാ. അന്ന് മതി, അദ്ദേഹം ചെയ്ത ഒരു പാട്ട് മതി. അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഏതെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടോ? ഒത്തിരി പാട്ടുള്ളതുകൊണ്ട് എന്നാ പിന്നെ അച്ഛന് ഇഷ്ടമുള്ള മനസ്സിലുള്ള ഒരു പാട്ട് പാടും. അല്ലെങ്കിൽ ഇതൊക്കെ പോയിട്ട് ചേർത്തിയ മനസ്സിലാലോചിച്ചൊരു നല്ല പാട്ട് പാടിയേ ഞാൻ നോക്കട്ടെ. ഷോഗാനോ? ഷോഗാനോ? അന്ന് അന്ന് പ്രേമഗാനമായിരുന്നു. ഇപ്പൊ ഷോഗാനോ. ചേർത്ത് ഷോഗാനം പാടേ. അങ്ങനെയൊന്നുമില്ലേ, അങ്ങനെയൊന്നുമില്ലേ. ഒന്ന് ഉറപ്പിച്ചേ, ബാക്കി എല്ലാ പാട്ടും വിട്ടു ചേർത്ത് മനസ്സിൽ വെച്ചോ. അന്നേച്ച ഒരു പാട്ട് പാടിയേ. ജൽത്തെ ഹൈ ജിസ്കേ ലിയേ तेरी आँखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए जलते हैं जिसके लिए. നല്ലൊരു പാട്ടാണ് അത്. കാണണം കേട്ടോ ആ പടം. തീർച്ചയായിട്ടും അവാർഡുകൾ ഒത്തിരി വാരി കൂട്ടിയ പടമാണ് സുജാത.